പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചൈന സമാധാനത്തിൻ്റെ സ്വരം എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ തൊട്ടു പിന്നാലെ വരാനിരിക്കുന്നത് സർവനാശമാണ്. അതുകൊണ്ട് ചൈനയുമായി ഡെപ്സാങ് ഡെംചോക്ക് മേഖലയിലെ സേനാ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജെയിംസ് ബോണ്ട്, ഇന്ത്യൻ വിദേശകാര്യ ജെയിംസ് ബോണ്ടായ അജിത് ഡോവലും മഹാമാന്ത്രികനായ നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും എല്ലാം കാട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് ചിലപ്പോൾ അസ്ഥാനത്താകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നും 62 യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയ അക്സായ് ചിൻ മേഖല, അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അവിടെ റോഡ് ഹൈവേ വികസനം നടക്കുന്നു. അത് നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഈ ഡാം പൊട്ടിച്ചാൽ മനഃപൂർവ്വമായി തുറന്നു വിട്ടാൽ പിന്നെ അരുണാചൽ പ്രദേശം കാണില്ല, ആസാമും കാണില്ല, ബംഗ്ലാദേശിൻ്റെ പൊടി പോലും കാണില്ല. സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുകയും ആശങ്ക സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അതിർത്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും പരമാവധി പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്താൽ ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക്, ഭൗതിക സാമ്രാജ്യ മോഹമല്ല സാമ്പത്തിക സാമ്രാജ്യത്വ മോഹം ഉൾപ്പെടെ നിറവേറുമെന്ന ചിന്തയാണ് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചൈനയെ കൊണ്ട് ചെയ്യിക്കുന്നത്. ജലബോംബ് എന്ന രീതിയിൽ അതാണ് അൺകൺവെൻഷണൽ. ലോകം പുതിയ 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 ആയുധങ്ങൾ തേടുകയാണ്. പിടിവീടില്ല. ഒരു അണക്കെട്ട് ഒരിക്കലും ഒരു പിടിവീടാത്തൊരു കാര്യമാണ്. ജൈവായുധങ്ങൾ, രാസായുധങ്ങൾ, അങ്ങനെയുള്ള അത്യന്താധുനികമായ വെപ്പൺസ്, മാസ് ഡിസ്ട്രക്ഷൻ എന്നതൊക്കെ നമ്മൾക്ക് നിരോധിക്കാൻ പറ്റും. അണക്കെട്ട് നിർമ്മാണം നിരോധിക്കാൻ സാധിക്കില്ല. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇൻസൈഡിലേക്ക് സ്വാഗതം. നിലവിൽ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രതീതി ഉണർത്തിക്കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വളരെ ദുരൂഹമായ ചില നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട്. അനുദിനം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം ആകുലത വർദ്ധിപ്പിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ മാസം ഡിസംബർ മാസം 18-ാം തീയതി NSA അജിത് ഡോവലും അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയും ചേർന്നുകൊണ്ടൊരു സമാധാന ഉടമ്പടിയിലേക്ക് കടക്കാനുള്ള ധാരണയായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം സന്ദർശനം നടത്തി കാര്യങ്ങളിൽ ഒരു തീരുമാനം എത്തിച്ചേർത്തു. പ്രത്യേകിച്ചും അതിർത്തി മേഖലയിൽ ഡെപ്സാങ്ങിലും അതുപോലെ തന്നെ ഡെംചോക്കിലുമുള്ള സേനാ പിന്മാറ്റം കൂട്ടായി തന്നെ ഇരു രാജ്യങ്ങളും എടുത്ത തീരുമാനം, ഏറെക്കാലമായി അസ്വസ്ഥമായിരുന്ന ഈ മേഖലയിലെ സമാധാനം പുലരുന്നു, രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി പോകുന്നു എന്നുള്ള സൂചന നൽകിയതിന് പിന്നാലെ ഒരേ സമയം അനുനയത്തിന്റെ പാതയിലും മറുഭാഗത്ത് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളുമാണ് ചൈന നടത്തുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ ഒരു സമയത്ത് നമ്മോടൊപ്പം നല്ല രീതിയിൽ നിൽക്കാമെന്ന് പറയുന്നു, മറുഭാഗത്ത് അവരുടേതായ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു നീക്കം നമുക്ക് മേഖലയിൽ നിരീക്ഷിക്കാനായി സാധിക്കുന്നില്ലേ? ചൈനീസ് വ്യാളി ആരും കണ്ടിട്ടില്ല. ഉണ്ടെന്ന് കരുതുന്ന ഒരു മിത്താണ് ഈ പറഞ്ഞ ഡ്രാഗൺ, ചൈനീസ് ഡ്രാഗൺ. ചിലർ പറയും ഉണ്ട്, ചിലർ പറയും ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചൈന സമാധാനത്തിൻ്റെ സ്വരം എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ തൊട്ടു പിന്നാലെ വരാനിരിക്കുന്നത് സർവനാശമാണ്. അതുകൊണ്ട് ചൈനയുമായി ഡെപ്സാങ് ഡെംചോക്ക് മേഖലയിലെ സേനാ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജെയിംസ് ബോണ്ട്, ഇന്ത്യൻ വിദേശകാര്യ ജെയിംസ് ബോണ്ടായ അജിത് ഡോവലും മഹാമാന്ത്രികനായ നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും എല്ലാം കാട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് ചിലപ്പോൾ അസ്ഥാനത്താകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈന വലിയ തോതിൽ സമാധാനം പുറമേ പറയും, സമാന്തരമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ടിബറ്റൻ മേഖലയിൽ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ടിബറ്റൻ മേഖല, അതിന് 2 സെഗ്മെൻ്റ് ഉണ്ട്. പടിഞ്ഞാറൻ ടിബറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലഡാക്ക് മേഖലയുടെ കിഴക്കുള്ള പ്രദേശമാണ്. കിഴക്കൻ ടിബറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശ്, സിക്കിം മേഖലയുമായി ചേർന്ന ചൈനയുടെ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലേക്ക് വളരെ വലിയ തോതിലുള്ള ഗതാഗത നീക്കം, അതിന് വളരെ വലിയ ഹൈവേ പദ്ധതികൾ വരുന്നു. വേണമെങ്കിൽ പറയാം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി
നാരായവേദികൾ പോലെ ആ ഭാഗത്തെല്ലാം ഹിമാലയ സാനുക്കളിലേക്കെല്ലാം തന്നെ എത്തത്തക്ക രീതിയിലുള്ള റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഇന്ത്യ എക്കാലത്തും ടിബറ്റൻ റീജിയനെ ഒരു ബഫർ സോൺ ആയി കാണാനാണ് ചരിത്രപരമായി താല്പര്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിഫാക്ടോ ചൈനയുടെ ഭാഗമാണ് ടിബറ്റ്. അങ്ങനെയെങ്കിൽ പടിഞ്ഞാറൻ ടിബറ്റിൽ നിന്നും ഇന്ത്യയുടെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും 62 യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയ അക്സൈ ചിൻ മേഖല, അവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അവിടെ റോഡ്, ഹൈവേ വികസനം നടക്കുന്നു. അത് നീളുന്നത് പാകിസ്ഥാനിലേക്കാണ്. അതെ, മുൻകാലങ്ങളിൽ നമ്മൾ കാരക്കോറം ഹൈവേയുടെ കാര്യം ഏറെ സംസാരിച്ചിട്ടുണ്ട്, 60കളും 70കളും എല്ലാം. ഇപ്പോൾ ഈ ഒരു ഹൈവേ പദ്ധതി ഒരു പക്ഷേ നല്ല ഉദ്ദേശത്തിനല്ല. ചരക്ക് നീക്കമാണ് പ്രഖ്യാപിത ലക്ഷ്യമായി പറയുന്നത്. പാകിസ്ഥാൻ്റെ മണ്ണിലൂടെ സഞ്ചരിച്ച് കറാച്ചി അല്ലെങ്കിൽ ഗദാർ തുറമുഖത്ത് എത്താം എന്ന ഒരു ചിന്ത, അതിൽ തെറ്റു പറയാനാവില്ല. പക്ഷേ ഇന്ത്യയുടേതെന്ന് കരുതുന്ന തർക്ക പ്രദേശമായ അക്സൈ ചിന്നിലൂടെയാണ് നിർമ്മാണം നടക്കുന്നത് എന്നത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതൊന്ന്. 2, ഇതിനേക്കാൾ വലിയ ഒരു വിപത്ത് ചൈനയുടെ മണ്ണിൽ ഒരുങ്ങുന്നു. നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ തൊട്ട് വടക്ക് കിഴക്കായി വലിയ ഒരു ജല ബോംബ് രൂപപ്പെടുകയാണ്. പറഞ്ഞു വരുന്നത് ഒരു അണക്കെട്ട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലെത്തുമ്പോൾ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മപുത്ര എന്ന രീതിയിൽ അസാമിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ കയറുമ്പോൾ അത് ജമുനയാണ്. അത് പിന്നീട് പലതായി പിരിഞ്ഞ് ബംഗാൾ ഉൾക്കടലിൽ എത്തുകയാണ്. ആ ഒരു നദിയുടെ പ്രഭവസ്ഥാനം ചൈനയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശവും അതുതന്നെയാണ്. ഇപ്പോൾ അവിടെ സ്വീകരിക്കപ്പെടുന്ന ജലമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഭൂമിയുടെ കറക്കത്തെ തന്നെ ഏതാനും മില്ലി സെക്കൻഡുകൾ പുറകോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ദിവസത്തിൻ്റെ ദൈർഘ്യം ഏറി വരികയാണ്, ചെറിയ തോതിലെങ്കിലും. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ ഈ ജലം സംശീകരിച്ച് വെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കറക്കത്തെ ബാധിക്കുന്നത്. ഈ ഒരു കാര്യവും പവർ ജനറേഷന് വേണ്ടിയാണ്, അല്ലേ? 13,300 ലക്ഷം കോടി, 13,300 കോടി, അതായത് 1/4 ലക്ഷം കോടിയുടെ പകുതി, 1/4 ലക്ഷം കോടി, അത്രയും ഡോളേഴ്സ് വർത്ത് കൺസ്ട്രക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായി മാറുകയാണ്. ഇപ്പോൾ നിലവിലുള്ള അണക്കെട്ടിനേക്കാൾ ചൈനയിൽ തന്നെയാണ് ഏറ്റവും വലിയ അണക്കെട്ട്. അതിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിലാണ്, വലിയ തോതിലുള്ള കാച്ച്മെൻറ്റ് ഏരിയയൊക്കെയാണ്. ഈ ഡാം പൊട്ടിച്ചാൽ മനഃപൂർവ്വമായി തുറന്നു വിട്ടാൽ പിന്നെ അരുണാചൽ പ്രദേശം കാണില്ല, ആസാമും കാണില്ല, ബംഗ്ലാദേശിൻ്റെ പൊടി പോലും കാണില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കില്ലായിരിക്കാം. പക്ഷേ നമ്മൾ കരുതാനുള്ളത് കരുതി ഇരിക്കണം. ഈ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം, അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ചൈന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലതവണയായി സ്വന്തമായി മാപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അരുണാചൽ പ്രദേശിന് പല പേരുകളിട്ട് വിളിച്ചുകൊണ്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല കൂടിയാണ്. തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടണ്ട എന്നൊരു ചിന്തയിലേക്ക് ഒരുപക്ഷെ ഭാവിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വിപത്ത് പ്രതീക്ഷിക്കാവുന്നതല്ലേ? 5 ഫിംഗേഴ്സ് എന്നാണല്ലോ പറയുക പോളിസി. അപ്പം അതിൽ സിക്കിം ഉൾപ്പെടും, അരുണാചൽ പ്രദേശ് ഉൾപ്പെടും, നേപ്പാളും ഭൂട്ടാനും എല്ലാം ഉൾപ്പെടും. ചൈന ഒരു സാമ്രാജ്യത്വ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറയുമ്പോഴും സാമ്രാജ്യത്വ മോഹങ്ങളുള്ള ഒരു രാജ്യമാണ് ചൈന. ഇതൊരു വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. ഒരു വശത്തെ കമ്മ്യൂണിസം പറയും, പൊളിറ്റിക്കൽ കമ്മ്യൂണിസം, പക്ക ക്യാപിറ്റലിസമാണ്, ഇക്കണോമിക് ക്യാപിറ്റലിസം, അല്ലേ? ഫോറിൻ ക്യാപിറ്റൽ, ഫ്രീ മാർക്കറ്റ് എന്ന് വേണ്ട എല്ലാ ക്യാപിറ്റലിസ്റ്റ് ചേരുവകളും ചൈനയിലുണ്ട്. അതുകൊണ്ട് ചൈന പുറമേ പറയുന്നതല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ചൈന പുറമേ പറയുന്നതല്ല ചെയ്യുന്നത്. പുറമേ അരുണാചൽ പ്രദേശിൻ്റെ മേൽ ഒളിഞ്ഞും തെളിഞ്ഞും കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയും, പിന്നീടൊരു പ്രസ്താവനയുടെ അവകാശമുണ്ട് എന്ന് പറയും. സിക്കിമിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു തർക്ക വിഷയമായി ഇത് നിലനിർത്തേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. അപ്പം നിരന്തരമായി ഒരു വാർ ഫുട്ടിങ്ങിലേക്ക് ഇന്ത്യയെ നയിക്കുകയും അവിടെ ഇന്ത്യയുടെ ഇക്കോണമിയെ തന്നെയാണ് ചൈന ഭയപ്പെടുന്നത്, ഇന്ത്യയുടെ സൈന്യങ്ങളെ അല്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഭാരതം. അതെ, ലോകത്തെ ഏറ്റവും വലിയ മിഡിൽ ക്ലാസ് മാർക്കറ്റാണ് ഭാരതം. മാറി വരുന്ന സമവാക്യങ്ങളിൽ, ആഗോള സമവാക്യങ്ങളിൽ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യക്കൊരു പ്രതീക്ഷയുണ്ട്. ചൈനയിൽ നിന്നുള്ള വൻ ഇറക്കുമതി, അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയെ
കഠിനമായ ടാരിഫുകൾ ചുമത്തി, 60% ടാരിഫ് ചുമത്തി, കസ്റ്റംസ് തീരുവ ചുമത്തി നിയന്ത്രിക്കും. ഇന്ത്യക്ക് നിയന്ത്രണം ബാധകമാവില്ല. ഒരുപക്ഷെ അത് അസ്ഥാനത്താവാം. എന്നിരുന്നാലും ചൈന ഇതിനെ ബാലൻസ് ചെയ്യാനായി മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അപ്പം ഇന്ത്യയുടെ ശ്രദ്ധ പരമാവധി ആംസ് സ്പെൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ വളരുന്നതിന്. ഇപ്പോൾ ചില വർഷങ്ങൾ, കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ ചില വർഷങ്ങളിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥയേക്കാൾ കൂടുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷേ ചൈന 17 ട്രില്യൺ ഇക്കോണമിയാണ്. ഇന്ത്യ ഇപ്പോഴും 4 ട്രില്യൺ ഇക്കോണമി പോലും ആയിട്ടില്ല. ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുമ്പോഴും ചൈനയും ഇന്ത്യയും തമ്മിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഒരു എസിമെട്രിക്കൽ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇന്ത്യ ഒരു ഫോർവേഡ് ലുക്കിംഗ് രാജ്യമാണ്. ഇറ്റ്സ് എ യങ് കൺട്രി വിത്ത് എ യങ് പോപ്പുലേഷൻ. ചൈനീസ് പോപ്പുലേഷൻ 1 ചൈൽഡ് പോളിസി കാരണം ചൈനീസ് ജനസംഖ്യ പ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞവരാണ് ഒരുപാട് ആളുകൾ. ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയുടെ ശരാശരി ഏജ് എന്ന് പറയുന്നത് ചൈനയേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഭാവിയിലെ സാധ്യതകളിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. അതിനെ അട്ടിമറിക്കാനുള്ള വിശാലമായ പദ്ധതികളാണ് ഒരുങ്ങുന്നത്. അതുകൊണ്ടൊരു സുരക്ഷാ പാരഡൈം, സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുകയും ആശങ്ക സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അതിർത്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയും പരമാവധി പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്താൽ ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക്, ഭൗതിക സാമ്രാജ്യ മോഹമല്ല, സാമ്പത്തിക സാമ്രാജ്യത്വ മോഹം ഉൾപ്പെടെ നിറവേറുമെന്ന ചിന്തയാണ് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചൈനയെ കൊണ്ട് ചെയ്യിക്കുന്നത്. ചൈനയെ നയിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കാം. അതൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. ചൈന എന്ന് പറയുന്നത് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചൈന എന്ന് പറയുന്നത് എന്താണ്, മധുര മനോജ്ഞമായ ചൈന. 60കളിലൊക്കെ നെഹ്റു ഒക്കെ ചിന്തിച്ച ഒരു കാൽപ്പനിക ചൈനയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദലൈലാമയ്ക്ക് അഭയം കൊടുത്ത ഭാരതം, ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ അതിന് ദൂരവ്യാപകമായ ഫലങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഭാരതത്തിൻ്റെ നിലപാടുകളെ ഒരുപക്ഷെ സംശയത്തോടെ നോക്കുന്നവരുണ്ടാകും. പക്ഷെ നമുക്കൊരു ഫോറിൻ പോളിസി ഉണ്ട്, വ്യക്തമായ ഫോറിൻ പോളിസി ഉണ്ട്. ഒരു മനുഷ്യാവകാശ വിഷയത്തിൽ നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടുകളുടെ പ്രഖ്യാപനമായിരുന്നു എപ്പോഴും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലാണെങ്കിലും ദലൈലാമയുടെ കാര്യത്തിലാണെങ്കിലും. അവിടെ വിട്ടുവീഴ്ച ചെയ്താൽ അപ്പോൾ ഭാരതീയത എന്നതില്ല, ഒരു ദർശനമാണ് ഭാരതത്തിൻ്റെ. അപ്പോൾ അവിടെ ചൈന ഇതിനൊരു ന്യായം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈന അപകടകാരി തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, സംഭവവികാസങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് പ്രത്യേകിച്ച് ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്നു, 2025 വർഷം, ഒരുപക്ഷെ ചൈന രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ 2 സംഭവങ്ങളെ ചേർത്ത് പറയുകയാണ്. ഒന്ന്, അക്സൈജിനുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലഡാക്കുമായി ബന്ധപ്പെട്ട പല അതിർത്തി മേഖലകളിലും ചൈനീസ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു. പുതിയ പുതിയ മേഖലകൾ, ഗ്രാമങ്ങൾ, ചില അടിസ്ഥാന സൗകര്യ വികസനം, ഇതൊക്കെ തന്നെ അവർ അതിർത്തി മേഖലകളിൽ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ആളുകളെ അവിടേക്ക് എത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ അവിടെ വാഹന ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലേക്ക് മാറ്റി സൈനിക നീക്കങ്ങൾ എളുപ്പത്തിലാക്കാനുള്ളൊരു തത്രപ്പാട് അവർ നടത്തിയിരുന്നു. സമാനമായി ഇപ്പുറത്ത് ഒരു വലിയ പ്രതിരോധം എന്ന രീതിയിലാണ് ഈ അണക്കെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഭാവിയിൽ ഇതിനോട് എങ്ങനെയായിരിക്കും? ഇന്ത്യ വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെയൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ തന്നെയാണ് മറുഭാഗത്ത് ഈ പറയുന്ന ജലബോംബ് സൃഷ്ടിക്കുന്നത്. ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ് എന്നൊരു ഒരു സെയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതായത് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് ചൈന നീങ്ങുന്നത്. ഇന്ത്യയുടെ ഭാഗമായിരുന്ന തർക്കപ്രദേശമായ അക്സൈച്ചിൻ ഉൾപ്പെടെയുള്ള മേഖലയിലെ വളരെ ബുദ്ധിമുട്ടാണ് ജീവിതം. പക്ഷേ അവിടേക്ക് വളരെ വലിയ തോതിൽ ചൈനീസ് സെറ്റിൽമെൻറ്റുകൾ വരുന്നു. അപ്പം പോപ്പുലേഷൻ, ഡെമോഗ്രാഫിക് വിന്യാസം വരുന്നു. എല്ലാ സാമ്രാജ്യത്വ ശക്തികളുടെയും പൊതു സ്വഭാവമാണിത്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ പോലും അത് ഒരു പരിധിവരെ ശരിയാണ്. ഈ പലസ്തീൻ മണ്ണിലേക്ക്, കണ്ണായ സ്ഥലങ്ങളിലേക്ക് കിബുട്സുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ചെറിയ 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 സെറ്റിൽമെൻറ്റുകളിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഏത് രാജ്യവും, വളരാൻ വെമ്പുന്ന ഏത് രാജ്യവും തങ്ങളുടെ ജനങ്ങളെ വിന്യസിക്കുന്ന ഒരു പതിവുണ്ട്. ദുർഘടമായ ഇടങ്ങളിലേക്ക് വിന്യസിച്ച് ആ വിന്യാസത്തിൻ്റെ മറവിൽ ആ ഇടം കംപ്ലീറ്റായി ലെജിറ്റിമൈസ് ചെയ്യുക, ജനുവനായി തങ്ങളുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കുക. ഇതാണ് ഒരു തന്ത്രം. 2, ഈ റോഡുകളുടെ പിന്നിൽ ഒരു ഇക്കണോമിക് ഒബ്ജക്റ്റീവ് മാത്രമല്ല, കമേഴ്ഷ്യൽ ഒബ്ജക്റ്റീവ് മാത്രമല്ല, അവിടെ സൈനിക നീക്കങ്ങൾ, ട്രക്കുകൾ, വാഹനങ്ങൾ വരാനുള്ള ഒരു രീതി എന്ന നിലയിൽ അതിനും പുറമെയാണ് നേരത്തെ സൂചിപ്പിച്ച ജലബോംബ് എന്ന രീതിയിൽ. അതാണ് അൺകൺവെൻഷണൽ. ലോകം പുതിയ 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 ആയുധങ്ങൾ തേടുകയാണ്.
പിടിവീടില്ല. ഒരു അണക്കെട്ട് ഒരിക്കലും ഒരു പിന്നെ പിടിവീടാത്തൊരു കാര്യമാണ്. ജൈവായുധങ്ങൾ, രാസായുധങ്ങൾ, അങ്ങനെയുള്ള അത്യന്താധുനികമായ വെപ്പൺസ്, മാസ് ഡിസ്ട്രക്ഷൻ എന്നതൊക്കെ നമ്മൾക്ക് നിരോധിക്കാൻ പറ്റും. അണക്കെട്ട് നിർമ്മാണം നിരോധിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പം നോക്കൂ, എല്ലാ തർക്കങ്ങളുടെയും പിന്നിൽ ജലം, മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ജലമായിരിക്കും ജലം ഒരു ആയുധം തന്നെയാണ്. ചെറിയ തോതിലെങ്കിലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനം മുല്ലപ്പെരിയാറാണ്. കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള ജല ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം, കാവേരി നദീജല തർക്കം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതാണല്ലോ ഫറക്ക അണക്കെട്ട് അല്ലേ. അതിൻ്റെ ഉയരം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ബംഗാൾ ഉൾക്കടലിലെ ജലം മുഴുവൻ ബംഗ്ലാദേശിലേക്ക് കയറി അവിടുത്തെ ചണം കൃഷി, ഗോതമ്പ് കൃഷി, നെൽകൃഷി എല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇവിടെ ജലം കൊണ്ട് തീർച്ചയായും വിലപേശാനാവും. ഒരു ജനതയെ മുഴുവൻ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇഷ്ടാനുസരണം ഒരു ശത്രു രാജ്യത്തിന്, ഗവൺമെൻറ്റിനെ കുറിച്ച് അനുകൂല തീരുമാനം എടുപ്പിക്കാൻ ഒരു രാജ്യത്തിന് കഴിയും. അതാണ് ഞാൻ ജലബോംബ് എന്ന പദം ഉപയോഗിച്ചത്. ഒരു തരത്തിൽ ഭീഷണിയായും മറുതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ബ്ലോ ഇറ്റ് ഹോട്ട് ആൻഡ് ബ്ലോ ഇറ്റ് കോൾഡ്. ഈ ചെമ്പ് പഴുപ്പിച്ചാണ് അതിനെ തല്ലി പതിപ്പിക്കുന്നത്. അപ്പം പക്ഷേ ഷെയ്പ്പ് വരണമെങ്കിൽ അത് തണുക്കണം. അപ്പം വീണ്ടും ചൂടാക്കും, തല്ലും, പഴുപ്പിക്കും, ഷെയ്പ്പാക്കും, നിരപ്പാക്കും. ഇതിങ്ങനെ തുടരുന്നൊരു നയമാണ്. അപ്പം നമുക്ക് പിടിതരാതെ, പ്രഡിക്റ്റബിൾ അല്ല. ചൈന ഈസ് അൺപ്രഡിക്റ്റബിൾ ഇൻ എ നട്ട്ഷൽ. ഒരു കാരണവശാലും ചിരിച്ചു എന്ന് പറയുമ്പോൾ ചിരിച്ചു എന്നും ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെയും വിശ്വസിക്കാവുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് പിടിപെട്ട് കൊടുക്കാതെ മുന്നേറുക. അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്തിന് അടിതെറ്റിയത്. അതുകൊണ്ടാണ് ചൈനയുടെ വളർച്ചയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ട രീതിയിൽ സാധിക്കാതെ പോയത്. ചൈനയുമായി ചേർന്ന് നിന്നുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാം, ചൈനയെ ഒരു പ്രൊഡക്ഷൻ ബേസായി കൊണ്ടുവരുന്നതിനുള്ള അപകടം അമേരിക്കയും യൂറോപ്യൻ ശക്തികളും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ അത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെയായിരുന്നു. ചൈന വളർന്നു. എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും അതിലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ തൊട്ടു പിന്നിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ചൈന വളർന്നു. ഒരുപക്ഷെ അനന്തവിദൂര ഭാവിയിൽ ഒന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ചൈന മാറും. അതിന് അവസരമുണ്ടാക്കി കൊടുത്തത് ഗ്ലോബൽ ക്യാപിറ്റലാണ്. അതിൻ്റെ പ്രഭവ കേന്ദ്രം തീർച്ചയായും ചൈനയല്ല, അത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2019 ശേഷം നടന്ന പല തരത്തിലുള്ള സൈനിക തല ചർച്ചകൾ നടന്നിരുന്നു. അതിലൊന്നും തന്നെ തീരുമാനമാകാതെ വളരെ പെട്ടെന്ന് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം സൃഷ്ടിക്കുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ ചൈന ഇന്ത്യയുമായി യോജിച്ച് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഒരു വിഷയം അതാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഉപരോധങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും തീരുവ ഏർപ്പെടുത്തുന്നതും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൈനയെ ഉലയ്ക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇനി മുന്നിൽ വേറെ ഒരു മാർഗവുമില്ല, മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നത് പോലെ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇനിയുള്ള കാലത്ത് ഒരു പിടിവള്ളി വെച്ച് നിർത്തുക എന്ന രീതിയിലുള്ള, ഈ പറഞ്ഞതുപോലെ പുറമേ ചിരിക്കുക, അകം കൊണ്ട് പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക, ഇത് തന്നെയല്ലേ ചൈന മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതിനെ മറികടക്കാൻ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? We have the very best of diplomatic personnel at the helm of affairs എന്നാണ് എൻ്റെ ഒരു ചിന്ത. നമ്മുടെ വിദേശകാര്യ മന്ത്രി, വിദേശകാര്യ സെക്രട്ടറി, അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, ഇവരെല്ലാം തന്നെ പരിണതപ്രജ്ഞരായ ആളുകളാണ്. നമ്മുടെ വിദേശ നയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് ഇൻ ദ റൈറ്റ് ഹാൻഡ്സ് ഒരു വശത്ത്. മറുവശത്തെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തിയററ്റിക്കൽ ലെവലിലല്ല, അതൊരു പ്രാക്ടിക്കൽ ലെവലിലാണ്. ആ പ്രാക്ടിക്കൽ ലെവലിൽ ഇംപ്ലിമെൻറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ആഗോള ഫാക്ടേഴ്സ് വരണം. ഇപ്പം സൂചിപ്പിച്ചത് ആ ഒരു ആഗോള ചേഞ്ചസ് ആണ്. ഡൊണാൾഡ് ട്രംപ് വരുന്നു, അത് തികച്ചും അപ്രതീക്ഷിതമല്ല എങ്കിൽ പോലും അവിടെയും ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചറുണ്ട്. ട്രംപ് ഒരുപക്ഷെ ചൈനയോട് കാട്ടുന്ന അതേ സമീപനം തന്നെയാണ് ഭാരതത്തോടും കാട്ടുന്നത് എങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു ആത്മവിശ്വാസം നാളെ ഉണ്ടാകണമെന്നില്ല. അപ്പം ജനുവരി 20 വരെ കാത്തിരുന്നെങ്കിലേ പറ്റൂ. എന്താണ് ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക നീങ്ങാനും സാധ്യതയില്ലാതില്ല. പക്ഷേ നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ്.
ഇവിടെ ട്വിൻ ട്രാക്കാണ് ഞാൻ കാണുന്നത്. ഭാവി കാണുന്നത് ഇതിപ്പോൾ ഈ ഒരു വർഷം 2025 വർഷത്തിൻ്റെ തുടക്കത്തിലാണല്ലോ നമ്മൾ ഇതുപോലത്തെ ചിന്തകളിലേക്ക് വരുന്നത്. അപ്പം ഇവിടെ കാണുന്ന ഒരു ട്വിൻ ട്രാക്ക് ഞാൻ കാണുന്നു. അതിൽ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപക്ഷെ വലിയ കാര്യമായ നീക്കുപോക്കുകൾ ആനുകൂല്യം ഭാരതത്തിന് പ്രതീക്ഷിക്കാനില്ല. അത് ഉഭയകക്ഷി വ്യാപാരത്തിലാണെങ്കിലും ശരി, ഇറക്കുമതി കയറ്റുമതി വിഷയത്തിലാണെങ്കിലും ശരി, നിബന്ധനകളുടെ കാര്യത്തിലാണെങ്കിലും കോട്ടയുടെ കാര്യത്തിലും. പക്ഷേ സൈനിക കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പാശ്ചാത്യ ലോകവുമായി, പ്രത്യേകിച്ച് അമേരിക്കയുമായി നെക്സ്റ്റ് ലെവൽ ഓഫ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെ എന്താണ് ഒരു വിഷയാധിഷ്ഠിതമായിട്ടായിരിക്കും തീരുമാനങ്ങൾ. ബേസ്ഡ് ഓൺ ദ ഇഷ്യൂ റെസ്പോൺസസ് വിൽ കം. അതുകൊണ്ട് സാമ്പത്തികമായ വ്യാപാര യുദ്ധത്തിൽ യാതൊരു മയവും ഒരുപക്ഷെ ഭാരതം പ്രതീക്ഷിക്കേണ്ടതില്ല ആഗോള വ്യവസ്ഥയിൽ നിന്നും. അതേസമയം അതിർത്തി തർക്കങ്ങൾ ഉണ്ടായാൽ ഒരുപക്ഷെ കുറച്ചുകൂടി അനുഭാവപൂർവമായ നയം ട്രംപിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സെക്യൂരിറ്റി പാരഡൈംസിൻ്റെ 3 ഡയമെൻഷനിലാണ്. 1 നാഷണൽ സെക്യൂരിറ്റി, അത് ദേശീയ സുരക്ഷയാണ്, സൈന്യവുമായി ബന്ധപ്പെട്ടതാണ്, ആയുധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ടതാണ്. 2 എനർജി സെക്യൂരിറ്റി, ഊർജ ആവശ്യങ്ങൾ. നമ്മൾ 1-2-3 എഗ്രിമെൻറ്റ് പോലും അമേരിക്കയുമായി ഏർപ്പെട്ട രാജ്യമാണ് ഭാരതം. നമ്മളത് സ്വയം പര്യാപ്തമല്ലാത്തത് കൊണ്ട് ഊർജ്ജ സ്രോതസ്സുകളുടെ കാര്യത്തിൽ ഭാരതവും സ്വയം പര്യാപ്തമല്ല, ചൈനയും സ്വയം പര്യാപ്തമല്ല. അതാണ് നമ്മുടെ സേവിങ് ഗ്രേസ്. അങ്ങനെയെങ്കിൽ ചില നീക്കുപോക്കുകൾ അവിടെ വേണം. 3ാമത്തെ ഫുഡ് സെക്യൂരിറ്റിയാണ്. നമ്മളത് കൈവരിച്ചു കഴിഞ്ഞു. ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, പൊതുവിതരണ സമ്പ്രദായം, റേഷൻ ഷോപ്പുകളെല്ലാം കാരണം നമ്മളതിനെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷ എന്ന പ്രാഥമിക ലക്ഷ്യം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റ് 2 ലക്ഷ്യങ്ങളും ഇപ്പോഴും നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് ടു ട്രെഡ് കോഷ്യസ്ലി. പ്രത്യേകിച്ച് ഈ ചർച്ച ഈ അവസരത്തിൽ നമ്മൾ നടത്തുന്നതിൻ്റെ കാരണം ചൈനയിൽ നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങൾ, നമ്മളെ അലോസരപ്പെടുത്തുന്ന സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നത് പൊതുവെ കാണുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ മാളത്തിൽ അല്ലെങ്കിൽ വലിയ ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന ചൈനീസ് വ്യാളി അല്ലെങ്കിൽ ഡ്രാഗൺ എപ്പോഴാണ് തീ തുപ്പുന്നത് എന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുമെന്ന ഒരു സൂചനയും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. എന്തായിരുന്നാലും എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം. നന്ദി, നമസ്കാരം.